നമസ്കാരം. ഇന്നലത്തെ റിപ്പോർട്ടിന് ചെറിയ ചില പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നു. കേരളത്തിലെ 3 പഞ്ചായത്തുകളിൽ ഈ പദ്ധതി സമർപ്പിക്കണം, അല്ലെങ്കിൽ അവരുമായി ചർച്ച ചെയ്യണമെന്നുള്ള നീക്കമാണ് തുടങ്ങിയിരിക്കുന്നത്. തൃശ്ശൂരിലെ തളിക്കുളം, കൊല്ലം ജില്ലയിലെ പത്തനാപുരം, തിരുവനന്തപുരത്തെ പദ്ധതി പ്രദേശത്ത് തന്നെയുള്ള കോട്ടുകാൽ പഞ്ചായത്ത്, 3 പഞ്ചായത്തുകളുമായി ബന്ധപ്പെടുവാൻ അവിടെയുള്ള ആളുകൾ താല്പര്യം കാണിച്ചിട്ടുണ്ട്. അവിടെയുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ ഇവർ വഴി നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. അതേസമയത്ത് 2024 ഈ വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു പ്രവചനം, ഒരു പ്രഡിക്ഷൻ നടത്തുന്നത് ചില്ലറക്കാരൊന്നുമല്ല. ആഗോള മാധ്യമ സ്ഥാപനമായ റോയിട്ടേഴ്സിൻ്റെ ബ്രേക്കിംഗ് വ്യൂസ് പ്രഡിക്ഷൻ കാറ്റഗറിയിൽ 2024 എന്ത് സംഭവിക്കുമെന്ന് അവർ പറയുന്നു. ഇൻ 2024 പ്ലെയിൻസ് ആൻഡ് ഷിപ്സ് വിൽ ഓപ്പൺ എ ന്യൂ അവന്യൂ ഫോർ പ്രൊപ്പല്ലൻസ് മെയ്ഡ് ഫ്രം ഫുഡ് ആൻഡ് പ്ലാന്റ് വേസ്റ്റ്. നമ്മൾ കഴിഞ്ഞ വർഷം 2023 കഴിഞ്ഞെങ്കിൽ നമുക്ക് പറയാം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ്. റോയിട്ടേഴ്സ് ആധികാരികമായി അവർ പറയുമ്പോൾ പിന്നെ അതിനകത്ത് അപ്പീലില്ല. റോയിട്ടേഴ്സ് പോലുള്ളൊരു സ്ഥാപനം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് അവസാന വാക്കുകളിൽ ഒന്നായി മാറുകയാണ്. അവർ പറയുന്ന പല കാര്യങ്ങളും ഇനി വരുന്നുണ്ട്. പ്ലെയിൻസ് ആൻഡ് ഷിപ്സ്, നമ്മൾ സാധാരണ ട്രാൻസ്പോർട്ട് ബസ്സോ ഓട്ടോറിക്ഷയോ ഒന്നും അല്ല അവർ പറയുന്നത്. കപ്പലുകളും വിമാനങ്ങളും അവരെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ആൻഡ് പ്ലാന്റ് വേസ്റ്റിൽ നിന്നുള്ള ഇന്ധനമാണ് 2024 നിർണായകമാകാൻ പോകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇന്ധനത്തെക്കുറിച്ച് ഇത്രയും താല്പര്യത്തോടെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നറിയാമോ? കാരണം വിഴിഞ്ഞം പദ്ധതി നമുക്കെല്ലാവർക്കും പ്രയോജനം തരാൻ പോകുന്നത് കണ്ടെയ്നറിലൂടെയോ ട്രക്കിലൂടെയോ കയറ്റുമതിയിലൂടെയോ ഇറക്കുമതിയിലൂടെയോ ആവണമെന്നില്ല. അതിനൊക്കെ അതിൻ്റേതായ സമയമെടുക്കും, അതിൻ്റെ എക്സ്പെർട്ടീസ് വേണം. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇമ്മീഡിയറ്റായിട്ട് അതിൽ നിന്ന് അവസരം കിട്ടുക. മെത്തനോൾ പോലുള്ളൊരു ഇന്ധനം, കപ്പലുകൾക്ക് എന്തായാലും ഇന്ധനം ആവശ്യമാണ്. അവിടെ നമുക്കൊരു സാധ്യത വരുന്നത് വളരെ പെട്ടെന്നായിരുന്നു. നാളിതുവരെ നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ്. അതും കേരളത്തിലിരിക്കുന്ന എല്ലാവർക്കും, ഞാൻ പറഞ്ഞ ഇന്ത്യയിലിരിക്കുന്ന എല്ലാവർക്കും എന്ന് പറയുമ്പോൾ മലയാളത്തിൽ പറയുന്നത് കൊണ്ടാണ് ഇടുക്കിയിലും കാസർഗോഡും വയനാടും കാന്തള്ളൂറും വട്ടവടയിലുമൊക്കെ ഇരിക്കുന്ന സാധാരണ കർഷകർക്ക് പോലും ഈ പദ്ധതിയിൽ നേരിട്ട് പങ്കാളിയാകാൻ കഴിയുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇവർ പറയുന്നുണ്ട്. റോയിട്ടേഴ്സ് പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ ബയോഫ്യൂവൽസ് ഡിറൈവ്ഡ് ഫ്രം പ്ലാന്റ് മെറ്റീരിയൽ ഓർ അനിമൽ വേസ്റ്റ് ക്യാൻ ഹെൽപ്പ് ഫൈറ്റ് ഗ്ലോബൽ വാർമിംഗ്. അത് വളരെ പ്രധാനമായ വിഷയമാണല്ലോ, ഗ്ലോബൽ വാർമിംഗ് ഫൈറ്റ് ചെയ്യണോ എന്നുള്ളത്. ബയോഡീസൽ ക്യാൻ റെഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് ബൈ 75% കമ്പയർഡ് ടു ഇറ്റ്സ് ഫോസിൽ ഫ്യൂവൽ ഈക്വലൻ്റ്. പെട്രോൾ, ഡീസൽ തുടങ്ങിയവയുമായി താരതമ്യം ചെയ്യുമ്പോൾ 75% കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കാൻ കഴിയുന്നതാണ് ബയോഡീസൽ പോലുള്ള വസ്തുക്കൾ. ദ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി സെയ്സ്, ഇത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമെന്ന് പറയും. ഇതിന് അവർക്ക് മുകളിൽ വേറെ ആരെങ്കിലും ഉള്ളതായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ല. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജിയാണ് പറയുന്നത് ബയോഡീസൽ 75% കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് കുറയ്ക്കും. പ്രൊപ്പല്ലിംഗ് ലാർജ് ഷിപ്സ് ആൻഡ് എയർപ്ലെയിൻസ്, ഇവിടെ വരാൻ പോകുന്ന മദർ വെസൽസ്, 24,000 കണ്ടെയ്നർ കയറ്റാൻ പോകുന്ന മദർ വെസൽസിനെയൊക്കെ ചലിപ്പിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ് നമ്മൾ പറയുന്ന സാധനം. പ്രൊപ്പല്ലിംഗ് ലാർജ് ഷിപ്സ് ആൻഡ് എയർപ്ലെയിൻസ് റിക്വയർസ് സോ മച്ച് പവർ ദറ്റ് ഇലക്ട്രിക് ബാറ്ററീസ് ആർ ഇംപ്രാക്ടിക്കൽ ദറ്റ് ഹാൻഡ്സ് ബയോഫ്യൂവൽസ് എ ന്യൂ ലൈഫ്. ഈ ഇലക്ട്രിക്കൽ ബാറ്ററീസിനെ കുറിച്ച് പറയാൻ കാരണം, ബയോഫ്യൂവൽ പറയുന്ന സമയത്ത് ചൈനയിൽ വാഹനങ്ങൾ, ട്രക്കുകൾ, ബസ്സുകൾ ഇവയൊക്കെ ഓടിക്കുന്നതിന് ലിത്തിയം ബാറ്ററി അവർ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത റോയിട്ടേഴ്സ് പറഞ്ഞ കൂട്ടത്തിലാണ് പ്രൊപ്പല്ലിംഗ് ലാർജ് ഷിപ്സ് ആൻഡ് എയർപ്ലെയിൻസ് റിക്വയർസ് സോ മച്ച് പവർ ദാറ്റ് ഇലക്ട്രിക് ബാറ്ററീസ് ആർ ഇംപ്രാക്ടിക്കൽ. ബസ്സും കാറുമൊക്കെ ഓടിയേക്കാം, പക്ഷെ വിമാനത്തിനും കപ്പലിനും അത് പോരാ. അതിന് മെത്തനോൾ പോലുള്ള പുതിയ ഇന്ധനം വേണ്ടി വരും. യൂസിങ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ മെയ്ഡ് ഫ്രം വേസ്റ്റ്. അപ്പോൾ പിടികിട്ടുന്നുണ്ടല്ലോ, നമ്മൾ പറയുന്നത് വിമാനം പറത്താൻ പറ്റുന്ന ഇന്ധനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. യൂസിങ് സസ്റ്റൈനബിൾ ഏവിയേഷൻ ഫ്യൂവൽ മെയ്ഡ് ഫ്രം വേസ്റ്റ് ആൻഡ് ഏബിൾ ടു വിസ്റ്റാൻഡ് എക്സ്ട്രീം ലോ ടെമ്പറേച്ചേഴ്സ്.
ഈ വിമാനങ്ങൾ എല്ലാ രാജ്യങ്ങളിലും പോകും. റഷ്യയിൽ പോകും, സ്കാൻഡിനേവിയൻ കൺട്രീസിൽ പോകും, നോർഡിക് കൺട്രീസിൽ പോകും, ചൈനയുടെ തണുത്ത പ്രദേശങ്ങളിൽ പോകും. ഇവിടെ എല്ലാം പോകുമ്പോഴും ഈ ഫ്യൂവൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, കത്തണം, ജ്വലനശേഷി ഉണ്ടാവണം. അതിന് പറ്റിയതാണ് മെത്തനോൾ. തുടർച്ചയായിട്ട് വരുന്നുണ്ട്. ലുക്സ് ദ ഓൺലി ക്ലീൻ എനർജി ഓപ്ഷൻ ഫോർ എയർക്രാഫ്റ്റ്. വേറെ 2 ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന പ്രശ്നവും പരിഹരിക്കാൻ പറ്റുന്നതാണ് മെത്തനോൾ. ഹൈഡ്രജൻ ആൻഡ് അമോണിയ ആർ ഐദർ പൊട്ടൻഷ്യലി എക്സ്പ്ലോസീവ് ഓർ പോയ്സണസ്. ഇപ്പോൾ ഈ പുതിയ ഇന്ധനത്തിൻ്റെ മത്സരത്തിൽ അമോണിയയും ഹൈഡ്രജനും മെത്തനോളിനോടൊപ്പം ഉണ്ട്. എന്നാൽ അവയ്ക്കുള്ള പോരായ്മയാണ് ദേ ആർ ഐദർ പൊട്ടൻഷ്യലി എക്സ്പ്ലോസീവ് ഓർ പോയ്സണസ്. അവിടെയും മെത്തനോളിന് മേൽക്കൈ വരുന്നു. തണുത്ത പ്രദേശങ്ങളിലും ഏറ്റവും തണുത്ത കാലാവസ്ഥയിൽ പോലും വിമാനങ്ങൾ ഓടിക്കാൻ, കപ്പലുകൾ ഓടിക്കാൻ പറ്റിയ ഇന്ധനം മെത്തനോളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു നിമിഷം പോലും വൈകാതെ സ്വന്തമായൊരു പഠനം, സ്വന്തമായൊരു അധ്വാനം, സ്വന്തമായൊരു പ്ലാനിങ്, ഇത് കൂട്ടായ പ്രവർത്തനത്തിന് സമയം വേണ്ടിവരും. ഇങ്ങനെ ഒരു സാധ്യത നമ്മൾ ഏതാണ്ട് ഉറപ്പിച്ചു, പൂർണ്ണമായും ഉറപ്പിച്ചു എന്ന് വരുന്ന ഘട്ടത്തിൽ സെയിലിംഗ് കമൻട്രിയുടെ പ്രേക്ഷകരും സെയിലിംഗ് കമൻട്രി ഗ്രൂപ്പിലെ അംഗങ്ങളും ഒറ്റയ്ക്ക് വളരെ ജാഗ്രതയോടെ പഠനം തുടരണം, പഠിക്കണം. എങ്ങനെയാണിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? നമ്മുടെ ഗ്രൂപ്പിലെ ബാലചന്ദ്രൻ, അദ്ദേഹം അന്വേഷണം നടത്തി ചാറ്റ് GPT-യിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലുമൊക്കെ ചോദിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മെത്തനോൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, റോ മെറ്റീരിയൽ എന്താണ്, മെഷീനറി എവിടെ കിട്ടും തുടങ്ങിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം പല പല പോസ്റ്റുകളായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അതെല്ലാം കൂടി ഇവിടെ ഇടാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മൾ ഓരോരുത്തരും പഠനം തുടർന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ, വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മെത്തനോൾ കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ വളരാൻ കഴിയും എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് നമുക്ക് നൽകുന്ന ആത്മവിശ്വാസം. എല്ലാവരും തള്ളിക്കളഞ്ഞപ്പോഴും അവഗണിച്ചപ്പോഴും അവിശ്വസിച്ചപ്പോഴും ഞങ്ങളെ മുന്നോട്ട് നയിച്ചത് ഒരു പദ്ധതിയെക്കുറിച്ചുള്ള, ഒരു സത്യത്തെക്കുറിച്ചുള്ള വിശ്വാസമായിരുന്നു. വിഴിഞ്ഞം ഒരു സത്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് എന്ന സത്യം. അതുപോലെ മെത്തനോളും മറ്റൊരു സത്യമാണ്. ആരും അംഗീകരിക്കില്ല, ആരും ശ്രദ്ധിക്കില്ല, നമ്മൾ പറയുന്നത് ആരും കാര്യമായി പരിഗണിക്കുക പോലുമില്ല. നമ്മൾ മാത്രമാണ് ഇത്തരം വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകേണ്ടത്. അല്പം വൈകിയേക്കാം, എന്നാലും സത്യത്തിന് വിജയിച്ചേ പറ്റൂ. 109 ദിവസത്തെ സെയിലിംഗ് കമൻട്രി ഇവിടെ അവസാനിപ്പിക്കുന്നു. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.